ഹലോ അസ്സാം വലൈക്കും. മുന്നൂസ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്തൊക്കെയാണ് എല്ലാവരും വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? റാഹത്തല്ലേ? അൽഹംദുലില്ലാ, നമുക്കും സുഖമാണ്. നമ്മൾ പച്ചക്കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പരിപ്പെടുത്ത് കേക്ക് കേട്ടോ. ചുവന്ന പരിപ്പാണ് പരിപ്പെടുത്ത് കേക്ക് ഇങ്ങനെ അടുപ്പത്ത് വെച്ചിരിക്കുന്നത്. ബാക്കിയുള്ള കഷ്ണങ്ങളും ആ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഉരുളക്കിഴങ്ങുണ്ട്, ക്യാരറ്റ് ഉണ്ട്, പച്ചമുളകുണ്ട്, പിന്നെ പച്ചപ്പയറുണ്ട്, ഇളവനുണ്ട് കേട്ടോ, പിന്നെ കതുണ്ട്, പടവലുണ്ട്. ഇതെല്ലാം കൂടി കട്ട് ചെയ്ത് ഇങ്ങനെ വൃത്തിയാക്കി വെച്ചിരിക്കുന്നത്. ഇനി കേക്കാണ് കേട്ടോ, കേക്കിട്ടൊന്നുമില്ല. കേക്ക് ഇങ്ങനെ നമുക്ക് പരിപ്പ് വെന്തിക്കുന്നതിലേക്ക് ഇട്ട് കൊടുക്കണം ഓരോന്നോരോന്നായിട്ട്. അതിൻ്റെ ഉള്ളിൽ അപ്പുറത്തും ദോശയും ചായ ഉണ്ടാക്കുന്ന മുത്തു അത് കുടിക്കണം. നമ്മൾ പരിപ്പ് എടുത്ത് അടുപ്പത്ത് വെച്ചിരിക്കുന്നത് അത് പച്ച വരുന്നുണ്ട് കേട്ടോ. ഇനി പച്ചക്കറിയൊക്കെ കേക്ക് ഇങ്ങനെ ഓരോന്നോരോന്ന് ഇട്ട് കൊടുക്കാം. ഫസ്റ്റ് നമുക്ക് നല്ല വേവുള്ള ഇട്ട് കൊടുക്കട്ടോ. വേവുള്ള സാധനം ഒന്നും പറയാനൊന്നുമില്ല. അങ്ങനെ ആണെങ്കിൽ ഉരുളക്കിഴങ്ങും ക്യാരറ്റും ഫസ്റ്റ് ഇട്ട് കൊടുക്കുക. അത് കഴിഞ്ഞ് ഒന്നായിട്ട് നമുക്ക് ബാക്കിയുള്ള പച്ചക്കറി ഇട്ട് കൊടുക്കാം കേട്ടോ. അതിനൊന്നും വലിയ വേവുള്ള സാധനമൊന്നുമല്ല. പരിപ്പിൽ വെള്ളം കുറവായതിനും വെള്ളമൊക്കെ കുറച്ച് ഒഴിച്ച് കിട്ടും. ഇനി അടി പിടിക്കാൻ നോക്കി വെച്ചാൽ മതി. പരിപ്പിട്ടിട്ടാണെങ്കിൽ വേഗം അടി പിടിക്കാമല്ലോ. അപ്പോൾ നമുക്ക് മീൻ കറി ഉണ്ടാക്കാനുള്ള തക്കാളി ഉള്ളിയൊക്കെ എടുത്ത് വെച്ചിരിക്കുന്നത്. തക്കാളി ഉള്ളിയും കട്ട് ചെയ്ത് ഇങ്ങനെ അടുപ്പത്ത് വെക്കണം. കുറച്ച് ഉള്ളി ഇട്ടെന്നെങ്കിലേ കറി തേകയല്ലോ. ഇങ്ങനെ ഉരുളക്കിഴങ്ങും ക്യാരറ്റും നേരെ ബാക്കിയുള്ള പച്ചക്കറികളെല്ലാം കൂടി ഞാൻ അത് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് വേണ്ടി തേങ്ങ ചിരകുന്നുണ്ട് കേട്ടോ. ഇനി അത് അരച്ചെടുക്കണം. ആ തേങ്ങയിലേക്ക് നമ്മൾ ഉള്ളി കൂട്ടിക്കുന്നത്, ചെറിയ ജീരകവും പിന്നെ 4 വെളുത്തുള്ളിയൊക്കെ കൂട്ടിക്കിട്ടോ. ഫസ്റ്റ് അരച്ച് ഞാനിതൊന്നും കൂട്ടിയില്ല കേട്ടോ. ഫസ്റ്റ് തേങ്ങ മാത്രമാണ് അരച്ചെടുത്ത്. രണ്ടാമത്തേയും ചെറിയുള്ളി ഇവിടെ കുറച്ചേ ഉള്ളൂ കേട്ടോ. ഞാൻ ഇതിനെടുക്കാണ്ട് നിന്നാണ് വലിയുള്ളി കൂട്ടിയാണ് അരച്ചത്. ചെറിയുള്ളി ഇല്ലാത്തത് കൊണ്ട് കുറച്ച് വലിയുള്ളി കട്ട് ചെയ്ത് ഇങ്ങനെ കഷ്ണവും എടുത്തിക്കുന്നത്. വെളുത്തുള്ളിയും അതുകൊണ്ട് ചെറിയ ജീരകവും പിന്നെ കുറച്ച് വലിയ ജീരകവും ഇതെല്ലാം കൂടി നല്ലോണം അരച്ചെടുക്കണം. പിന്നെ മഞ്ഞപ്പൊടി ഇട്ട് കിട്ടോ. തേങ്ങയിൽ ഞാൻ ഇത് ഫസ്റ്റ് അരച്ച് ഞാനൊന്നും കൂട്ടിയില്ല. രണ്ടാമത്തെ അരച്ചതിലാണ് മഞ്ഞപ്പൊടിയും കൂട്ടിയത്. 3 ടിപ്പാക്കി അരയ്ക്കാനുണ്ടാവും കേട്ടോ. 1 2 മതിയാവില്ല. 3 4 തേങ്ങയൊക്കെയാണ് അരയ്ക്കൽ. ചിലപ്പോൾ 5 തേങ്ങ അരയ്ക്കും, ചിലപ്പോൾ 4 അരയ്ക്കും. ഏതാണോ കറി വെക്കുന്നത് അതിനനുസരിച്ചാട്ടോ തേങ്ങയൊക്കെ അരയ്ക്കുക. ഇതന്നെ ഞാൻ വേഗം തീർക്കാൻ വേണ്ടിയിട്ട് ഒന്നായിട്ട് വാരിയിട്ട് അരച്ചതേ മക്കളെ. മിക്സി ഫുള്ളായിപ്പോയി, ഭാഗ്യത്തിന് തുകിയില്ല. ഇതും കൂടെ അരച്ചിട്ടപ്പോൾ നല്ലോണം ഫുള്ളാക്കിട്ടോ, തുകിയില്ല ഭാഗ്യത്തിന്. ഏതായാലും അങ്ങനെ അരവാട് കഴിഞ്ഞിരിക്കുന്നത്. ഇനി നമ്മൾ കറി ഇറക്കണം. എന്നിട്ട് മീൻ കറി എൻ്റെ ഇടയിൽ കൂടി ഞാൻ വെക്കുന്നുണ്ടോ, ഞാൻ വീഡിയോ കാണിക്കാണ്ടെന്നാണ്. തക്കാളി ഉള്ളിയൊക്കെ വാട്ടി മസാലപ്പൊടിയൊക്കെ ഇട്ട് മീനൊക്കെ ഇട്ട് സെറ്റാക്കി വെച്ചിരിക്കുന്നു. അങ്ങനെ പച്ചക്കറിയൊക്കെ വെന്തിക്കുന്നതിന് നമുക്ക് ഇതിൽ തേങ്ങ ഇട്ട് കൊടുക്കണം. തേങ്ങ ഇട്ടിട്ട് നമുക്ക് വറവ് ചെയ്യുകയും ചെയ്യണം. എന്നാൽ പിന്നെ ഇതൊരു കറിയായി. ഇത് അധികം ടൈറ്റൊന്നും ഇല്ലാത്ത കറിയാട്ടോ. പരിപ്പ് കുറച്ചേ ഇട്ട് കൊടുത്തിയുള്ളൂ. നമുക്കിത് വറവ് ചെയ്തെടുക്കുക. വറവിടാൻ വേണ്ടിയിട്ട് എണ്ണയും കടുകിട്ട ഭാഗത്തായി പോട്ടോ ക്യാമറ വെച്ച് അത് കാണാൻ വേണ്ടിയിട്ട്. പിന്നെ ഈ ഭാഗത്തേക്ക് എടുത്തേക്കാൻ കഴിഞ്ഞില്ല. അതാണ് പിന്നെ ഒച്ച നമ്മളത് കേൾക്കാണ്ടായിപ്പോയത്. ആ ഒച്ച കേട്ട ഒരു സുഖമാണല്ലോ അല്ലേ? നിങ്ങൾക്ക് ആർക്കൊണ്ട് അങ്ങനെ തോന്നുന്നുണ്ടോ? വറവ് ചെയ്യുമ്പോൾ ഒരു സൗണ്ട് കേൾക്കാൻ ഇഷ്ടം? അങ്ങനെ മക്കളെ, ഉപ്പേരിക്കുള്ള പയറൊക്കെ ഇതാ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതിന് ഉപ്പേരി വെക്കണോ. നമ്മളെ മീൻ കറി സെറ്റാക്കിട്ടോ. ഇതൊക്കെ ഞാൻ പറഞ്ഞില്ലേ, മീനൊക്കെ ഇട്ടിങ്ങനെ അടുപ്പത്തുണ്ട്, അതൊക്കെ സെറ്റാക്കി വെച്ചിരിക്കുന്നത്. ഇനി ഉപ്പേരി അടുപ്പത്ത് വെക്കുകയാണ്. ഇതിന് കടുകും കറിവേപ്പിലയൊക്കെ പൊട്ടിച്ചിട്ട് വേണം ഉപ്പേരി ഇട്ട് കൊടുക്കുക. അത് അടുപ്പത്തേക്ക് പറഞ്ഞിട്ട് നിങ്ങൾ വിചാരിക്കാൻ കേട്ടോ. അത് പറയുമ്പോഴേക്കുള്ളൂ വെച്ചല്ലോ. നിങ്ങൾക്ക് അറിയാലോ, പെണ്ണുങ്ങൾക്ക് അടുക്കളയെ പണിയെടുക്കുന്ന നിങ്ങൾക്ക് അറിയാലോ എന്തോ താമസം ഉണ്ടാവുന്നുള്ളത്. ഇതൊക്കെ ഞാൻ കട്ട് ചെയ്ത് എടുക്കുക കേട്ടോ. എല്ലാ ഭാഗം കൊണ്ടും കാണിക്കുന്നില്ല. ഇതൊക്കെ സാധാരണ എല്ലാവർക്കും അറിയാവുന്നതാണ്. പിന്നെ നമുക്ക് വീഡിയോ ഒന്ന് ചെയ്യണോ, പാചകം കാണിക്കാൻ എല്ലാവരും പറയൂ. അതിനെക്കൊണ്ടാട്ടോ ഞാൻ എന്തൊക്കെ കാണിക്കുന്നത്. രണ്ട് കറിയുമായി, ഉപ്പേരി അടുപ്പത്തായി. ഇപ്പോൾ മീനും പൊരിക്കുക കേട്ടോ. മീൻ പൊരിക്കുന്നത് കണ്ടില്ലേ, നല്ലോണം മസാല ഒക്കെ പറ്റേക്ക്. ഈ മീൻ ഞാൻ പുരട്ടി നിർത്താമെന്ന് പറഞ്ഞു തരാം കേട്ടോ. വെളുത്തുള്ളിയും ഇഞ്ചിയും കറിവേപ്പിലയും മഞ്ഞപ്പൊടിയും മുളകും പൊടിയും സുർക്കയും പിന്നെ കുറച്ച് പത്തിരിപ്പൊടി കേട്ടോ. കോൺഫ്ലവർ കൂട്ടിയാലൊക്കെ നല്ലതിന്. ആ പൊടി ഇവിടെ അല്ലാത്തത് കൊണ്ട് ഞാൻ കുറച്ച് പത്തിരിപ്പൊടി കൂട്ടിയതാണ്. അധികമൊന്നും കൂട്ടിയില്ല കേട്ടോ. പിന്നെ കളറും കാര്യമൊന്നും കൂട്ടിയില്ല. പിന്നെ ജീരകത്തിൻ്റെ പൊടി, വലിയ ജീരകത്തിൻ്റെ പൊടി അതെല്ലാം കൂടി കൂട്ടിയാണ്ട് പോയിക്കും. ഈ കുന്താണ്ടം കണ്ട മക്കളെ, ഞാൻ മീൻ മറിച്ചിടാനൊക്കെ വാങ്ങിയത് അതിന്. ഈ സാധനം കൊണ്ട് എനിക്ക് എടുക്കാൻ കഴിയുന്നില്ല. എനിക്ക് ഞാൻ ആ സ്പൂണോട് തോണ്ടിയാണ് മറിച്ചിടൽ. ഇത് കണ്ടോ, അതൊക്കെ തേങ്ങി വരാനുണ്ട്. സ്റ്റീലിൻ്റെ നമ്മളെ പുരയിലുണ്ട് കേട്ടോ. ഇവിടെ ആയിട്ട് ആ സാധനമൊന്നുമില്ല, ഇവിടെ വാങ്ങിയിട്ടൊന്നുമില്ലായിരുന്നു. ഇതിപ്പോൾ ഞാനിത് കണ്ടപ്പോൾ നെസ്റ്റോയിൽ പോയി കണ്ടപ്പോൾ വാങ്ങിയതാണ്. വാങ്ങി നോക്കുന്നത് അത് എനിക്ക് പിടുത്തം കിട്ടുന്നില്ല. ഇത് മരമാണ് സാധനം. പിന്നെ ഞാൻ എന്ത് ചെയ്ത് സ്പൂൺ എടുത്തെങ്ങാനും മറക്കലൊഴിഞ്ഞു കേട്ടോ. നമുക്ക് ഓരോരുത്തർക്കും ഓരോ തേക്കങ്ങൾ ഉണ്ടാകുമല്ലോ. അപ്പോൾ 4 വട്ടം ഞാൻ ഉപയോഗിച്ചിട്ടാണെങ്കിൽ എനിക്ക് അതിനെ വണ്ടി വരുവാനും സ്പൂണൊന്നും വന്നപ്പോൾ മതിയാകില്ല.
അപ്പോൾ ഞാൻ തൽക്കാലം പിന്നെ സ്പൂണെടുത്ത് ഇങ്ങനെ ഒന്ന് മറിച്ചിടുകയാണ്. മീൻ പൊരിക്കുമ്പോൾ നിങ്ങൾ കത്തി എനിക്ക് ഒച്ച കെട്ടില്ലേ മക്കളെ? അത് നമ്മൾ പുയ്യാപ്പിൾക്കാക മാങ്ങ ചെത്താൻ വേണ്ടിയിട്ട് മൂർച്ച കൂട്ടിയതാണ് കത്തിക്ക്. മാങ്ങ ചെത്തിങ്ങാൻ നമുക്കൊരു കഷ്ണം തരുന്നൊക്കെ ഉണ്ട്. ഇത് ജ്യൂസ് അടിച്ചാലൊക്കെ നല്ലതായിരുന്നു കേട്ടോ. ഇപ്പോഴത്തെ തിരക്കുള്ള സമയത്ത് നമുക്ക് ജ്യൂസ് അടിക്കാൻ നേരമല്ല. അതിനെക്കൊണ്ട് ഇപ്പോഴത്തെ കഷ്ണം തിന്നാണ്. പിന്നെ ഗ്ലാസ് വെള്ളം കുടിച്ചാളാൻ വിചാരിച്ച്. പിന്നെ പഞ്ചസാരയും പാലൊക്കെ ലാഭവും കിട്ടിയില്ലേ, അത് വിചാരിച്ച് ഞാൻ ഏതായാലും നേരമല്ലായിട്ട് കേട്ടോ അടിക്കാണ്ടെന്ന്. അങ്ങനെ നമ്മൾ കുറച്ച് മീനൊക്കെ ഉണ്ടായി മക്കളെ. ആ മീൻ ഇതാ എടുത്ത് ഞാൻ ഉപ്പിട്ടേക്കാൻ പോകാണ്. ഉണക്കൽ മീൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പൊടിയുപ്പ് 2-3 ദിവസം ഈ ഉപ്പിലടക്കം എടുക്കട്ടെ. ഇതിൻ്റെ ഇതിലുള്ള വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങി ഞാൻ നമുക്ക് ഒഴിച്ച് കൊടുക്കണം. ഒഴിവാക്കിയാണ് ആ വെള്ളം. എന്നിട്ട് നമുക്ക് വെയിലത്ത് വെച്ച് കൊടുക്കണം. മീൻ നമ്മൾ ഉണക്കലീനായി കിട്ടില്ല. തിടുക്കത്തിൽ നമ്മൾ പൊരിച്ച് തന്നൂടെ നല്ലതാണ് മീൻ ഉണ്ടാക്കിയാലൊക്കെ. നമ്മൾ നാട്ടിൽ നമ്മൾ ഇങ്ങനെ പൊരിക്കാനാക്കാനൊന്നും കിട്ടില്ല. ഇവിടെ ഇഷ്ടംപോലെ മീനൊക്കെ അങ്ങനെ കിട്ടുന്നതിനെ കൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യുക. എനിക്ക് ടൈമില്ലാത്തത് കൊണ്ട് കേട്ടോ. ഇപ്പോൾ 2 വട്ടം ഞാൻ ഉണക്കൽ മീൻ ഉണ്ടാക്കിയിരിക്കുന്നു. ഇതിപ്പോൾ ഒരു വട്ടം ഉണ്ടാക്കിയത് തീർന്നില്ല കേട്ടോ. 2ാമത്തവും തീർന്നില്ല. ഇവിടെ തന്നെ ഉണ്ട്. ഒരു ദിവസം ചമ്മന്തിയൊക്കെ ഉണ്ടാക്കി, ഉണക്കൽ മീൻ്റെ ചമ്മന്തി. ഇങ്ങനെ ഇതിൽ നല്ലോണം കല്ലുപ്പ് ഇട്ട് കൊടുത്ത് ഇങ്ങനെ കേട്ടോ മൂടി വെക്കേണ്ടി. ഇതിപ്പോൾ ഞാൻ പൊടിയുപ്പാണ് ഇട്ട് കല്ലുപ്പില്ലാത്തതും കൊണ്ട് നല്ലോണം കുലുക്കി ഇങ്ങനെ അടുക്കി മൂടി വെച്ചാട്ടോ. എല്ലായിടത്തും ഉപ്പ് എത്തിക്കുന്നു. ഇത് മക്കളെ 5 കിലോ ബീഫുണ്ട്. ഇത് രാത്രിയൊക്കെ മസാല പുരട്ടിയേക്കാട്ടോ. ഇത് കഴുകിയൊക്കെ വൃത്തിയാക്കി വെച്ചതിന് കൊണ്ടേ മസാല അവിടെ പുരട്ടി വെച്ചിട്ടാണെങ്കിൽ കറി വെച്ചാൽ നല്ല ടേസ്റ്റ് ഉണ്ടാകുമല്ലോ. അത് വിചാരിച്ചിട്ട് ഞാൻ ഇതിലൊക്കെ വേണ്ടി സാധനങ്ങളൊക്കെ ഒന്ന് പുരട്ടി വെക്കുകയാണ്. ഇതിൽ തക്കാളിയും വല്യുള്ളിയിലൊക്കെ എത്തിയില്ല കേട്ടോ. അത് കട്ട് ചെയ്യാത്തതും കൊണ്ട് ഏസൊരു പണിയെല്ലാം കട്ട് ചെയ്തെടുക്കണമെങ്കിൽ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ സെറ്റായി കിട്ടിയിരിക്കുന്നതിനെക്കൊണ്ട് പിന്നെ അതിൽ പുരട്ടിയട വെക്കട്ടെ എന്ന് വിചാരിച്ച്. ഞാൻ ഇതിലേക്ക് 6 ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി ഇട്ട് കൊടുത്തേക്കുന്നത്, 5 ടേബിൾ സ്പൂണ് മുളകും പൊടി ഇട്ട് കൊടുത്തേക്കുന്നത്, 1.5 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിരിക്കുന്നത്. അതിലേക്ക് ആവശ്യമുള്ള വെളുത്തുള്ളി ഇഞ്ചി അതും ചതക്കി ഇട്ട് കൊടുത്തേക്കുന്നത്. പിന്നെ കുറച്ച് പച്ചമുളക് ഉണ്ടായിരുന്നു, അതും ചതക്കി ഇട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ കുറച്ച് കറിവേപ്പില ഇട്ടുങ്ങാനും ഉപ്പ് ഇട്ടുങ്ങാനും നല്ലോണം ഉപ്പിട്ട് കിട്ടോ. ഫസ്റ്റ് തന്നെ ഇതെല്ലാം കൂടി സെറ്റാക്കി വെക്കുക. അത് കൈ കൊണ്ട് കുഴച്ചിക്കുകയാണെങ്കിൽ എൻ്റെ കൈ ചുട്ടൊഴിച്ചിൽ തുടങ്ങും. അതിനെക്കൊണ്ട് ഞാൻ കൈ കൊണ്ട് കുഴക്കുന്നില്ല. ഇത് നല്ലോണം കൈകൊണ്ട് കൂട്ടി കുഴച്ചാൽ നല്ലതാട്ടോ. കൈകൊണ്ട് ഇളക്കാൻ പറ്റുന്നവരാണെങ്കിൽ. ഇവിടുത്തെ മുളകും പൊടിക്ക് ചില മുളകിനൊക്കെ ഭയങ്കര എരിവാണ്, പച്ചമുളകിനൊക്കെ ഉണ്ട്. പിന്നെ കുറേ സമയം ആ കയ്യും കൊണ്ട് ഞാൻ നടക്കണം. വോയിസിലെടുത്തിട്ട് കുറച്ച് ഉറങ്ങണമെന്ന് വിചാരിച്ചാണ്. ആ ഉറങ്ങാൻ പിന്നെ ആവില്ല. ഇത്തിരി ഒന്ന് ഉറങ്ങിയാൽ പിന്നെ എണീച്ച് പണിയെടുക്കുമ്പോൾ ഒരു സുഖമാണല്ലോ. ഇതിൽ നമുക്ക് കുരുമുളക് പൊടിച്ചിടണം. പിന്നെ ആണെങ്കിൽ ബീഫിൻ്റെ മസാല ഉണ്ട്, അതും ഇടണം. അതൊക്കെ ഒന്ന് പകുതി വേഗമായിട്ട് ഇട്ട് കൊടുക്കും കേട്ടോ. കുരുമുളക് ഞാൻ ഫസ്റ്റിലിടും. അതും പൊടിച്ചേക്കാത്തയും കൊണ്ടാണ് ഇപ്പം ചേർക്കാണ്ടുന്നത്. ഞാൻ പറഞ്ഞില്ലേ കയ്യിലുള്ള സാധനം റെഡിയായ സാധനങ്ങളൊക്കെ ഇട്ട് യോജിപ്പിച്ചെടുക്കുകയാണ്. ഈ ചട്ടകം കൊണ്ട് ഇളക്കിയിരിക്കുക വകസാന്നൊന്നുമില്ല കേട്ടോ. ഗ്ലൗസ് ഇട്ട് കുഴച്ചെടുത്താലൊക്കെ മതി. ഇനിയിപ്പോൾ ഗ്ലൗസ് കൈമേലിട്ട് ഒന്ന് ഊരി കളിക്കേണ്ടതെന്ന് വിചാരിച്ച് ഞാൻ അതിനും പോയില്ല. ഗ്ലൗസ് ഇട്ടിട്ടാണെങ്കിൽ നല്ലോണം കുഴച്ചെടുക്കാമല്ലോ. എന്നാലും ചട്ടകം കൊണ്ടാകുമ്പോഴൊക്കെ ഞാൻ അരും മൂളിയൊക്കെ ഇളക്കി കൂട്ടി എടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ കറിയൊക്കെ ഇളക്കാൻ ഈറ്റാ ചട്ടകം എടുത്താൽ മതി. നമ്മൾ പത്തിരി മറിച്ചിടുന്ന ചട്ടകം ഉണ്ടല്ലോ, മീൻ കറി ആണെങ്കിലും ബീഫ് കറി ആണെങ്കിലും ഒക്കെ നമുക്ക് ഇളക്കിയെടുക്കാൻ എന്താ പറ്റുക. ചടി പിടിച്ചിക്കോ നോക്കാനും അടി വരെ ഇളക്കി കിട്ടുകയും ചെയ്യും. ഇതിനോട് ഞാനതിപ്പോൾ അധികവും ഞാൻ ഇവിടുന്ന് എല്ലാ കറക്കി 2 ചട്ടകം കണ്ടിട്ടാൽ സ്റ്റീലിൻ്റെ 2 ചട്ടകം എടുക്കുക. കറി വെക്കാനും പച്ചക്കറി ആണെങ്കിലും മീൻ കറി ആണെങ്കിലും ബീഫ് കറി ആണെങ്കിലും ഒക്കെ അത് നേരിട്ട് ഇളക്ക് നല്ലോണം അടി വരെ എത്തും. നമുക്ക് ഇളക്കിയും കൊണ്ട് മറിച്ചിടാം. അങ്ങനെ മക്കളെ നമ്മൾ ബീഫൊക്കെ ഒന്ന് മസാല പുരട്ടി വെച്ച് നല്ലോണം മൂടി വെച്ച് പോയി. ഞാൻ ഒരു 1-1.5 മണിക്കൂർ കിടന്നുറങ്ങി എണീച്ച് വരികയാണ്. അതിൻ്റെ ഇടയിൽ നമ്മളെ നിസ്കാരം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അവൻ ചെയ്ത് കിട്ടോ. അങ്ങനെ ബീഫ് ഇപ്പോൾ 2 മണിക്കൂറായി ഇങ്ങനെ മസാല പുരട്ടി വെച്ചിട്ട്. ഇതിലൊന്നും വെള്ളമൊന്നും ഇറങ്ങിയിട്ടൊന്നുമില്ല. നമ്മൾ നോക്കിയതാണ്. നമ്മളിങ്ങനെ ബീഫിൽ മസാല ഒക്കെ പുരട്ടി വെച്ചിട്ടാണെങ്കിലും ചിക്കനിലാണെങ്കിലൊക്കെ വെള്ളം ഇറങ്ങി വരുമല്ലേ. ഇത് കുറച്ച് സമയം ബീഫ് നമ്മൾ കേക്ക് ഇങ്ങനെ കൊട്ടയിലിട്ട് വെച്ച് കിട്ടും. അന്ന് വെള്ളമൊക്കെ വാർന്നു പോയി ഉണ്ടാവും. അതായിരിക്കും ഇതിൽ വെള്ളം ഇറങ്ങാണ്ടെന്ന്. ഇനി ഇതിലേക്ക് വേണ്ടി തക്കാളി ഉള്ളിയൊക്കെ അരിഞ്ഞിട്ട് എടുക്കണം കേട്ടോ. അതോണോ ബീഫിൻ്റെ മസാല ഇടണം, കുരുമുളകിൻ്റെ പൊടി ഇടണം. ഇതിലേക്ക് നമ്മൾ കുറച്ച് തക്കാളി ഇട്ട് കൊടുക്കുക കേട്ടോ. ഇത് ഫോണ് കയ്യിലാട്ടുള്ളത്, അതാണ് വീഡിയോ ഇളകി കളിക്കുന്നത്. ഒരു കയ്യിൽ ഫോണ് പിടിച്ചാണ് തക്കാളി ഇട്ട്.
തക്കാളി ആദ്യം കട്ട് ചെയ്തതും കൊണ്ട് അത് ഇട്ട് കൊടുത്തിട്ടോ. പിന്നെ കുറച്ച് ഉള്ളി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് അത് ഇട്ട്, ഉരുളക്കിഴങ്ങും കട്ട് ചെയ്തിരിക്കുന്നത് അതും ഇടുകയാണ്. ഇനി ബാക്കി ഉള്ളി കട്ട് ചെയ്തിട്ട് അതിലിടണം. അതിനനുസരിച്ച് ഈ ഉള്ളിയും കൂടിയൊക്കെ അരിഞ്ഞിട്ട് കേട്ടോ. ഇതുകൂടി അതിലിട്ട് കൊടുക്കുക. ഓരോന്നോരോന്ന് ഇങ്ങനെ അതിനനുസരിച്ച് ഇട്ട് കൊടുക്കുകയാണ്. തക്കാളി ഫസ്റ്റ് ഇട്ട് കൊടുത്ത് പിന്നെ അത് വേഗം കട്ട് ചെയ്തിട്ടീനു. ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുത്തേക്കുന്നത്. പിന്നെ കുറച്ച് അടിയുള്ളി ഇട്ട് കൊടുത്തേക്കാം. ഇനി ഇതും ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ അതിൽ വെള്ളമൊക്കെ നല്ലോണം ഇറങ്ങിയിരിക്കുന്നു. ബീഫിലത്തെയും തക്കാളിയിലത്തെയൊക്കെ വെള്ളം തീരെ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടൊന്നുമില്ല കേട്ടോ. ഇത് ഇറങ്ങി വന്നതാണ് അടുപ്പത്ത് വെച്ചപ്പോൾ. ഇനി ഇതിൽ നമുക്ക് വലിയ ജീരകത്തിൻ്റെ പൊടി ഇടണം, കുരുമുളകിൻ്റെ പൊടി ഇടണം, മീറ്റ് മസാല ഇടണം. അതൊക്കെ കഴിഞ്ഞിട്ട് വെള്ളം ഒഴിച്ചിട്ട് ചുടുവെള്ളമാട്ടോ ഒഴിക്കുക. നമുക്ക് ചെറിയുള്ളിയും കറിവേപ്പിലയും ഇട്ട് വറവ് ഇത്തിരി മല്ലിച്ചപ്പൊക്കെ കട്ട് ചെയ്തിട്ടേ അപ്പോൾ നമ്മുടെ ബീഫ് കറി സെറ്റ്. ഇതിൽ കുറച്ച് വലിയ ജീരകത്തിൻ്റെ പൊടിയും മീറ്റ് മസാല ഇട്ട് കൊടുക്കുകയാണ്. അതുകൊണ്ട് ഉലുവ ഞാൻ ഇട്ട് കൊടുത്തു കേട്ടോ. അത് വീഡിയോ എടുത്തില്ല. ഉലുവ ഫസ്റ്റിൽ ഇട്ട് കൊടുത്തേക്കുന്നു. അതുപോലെ ഇതിൽ തേങ്ങ അരക്കുന്നില്ല എന്ന് വിചാരിച്ചു കേട്ടോ. പിന്നെ കറി തയ്യില്ലാന്ന് തോന്നിയിട്ട് 2 തേങ്ങ അരച്ച് ഞാൻ ഇതിൽ ഒഴിച്ചു കൊടുത്തതാണ്. തേങ്ങ അരച്ചപ്പോൾ ചെറിയുള്ളിയും വലിയ ജീരകവും ഏലക്കായും പട്ടയും കൂട്ടി അരച്ചതാട്ടോ. ഇങ്ങനത്തെ വറവയോട് ചെയ്ത് നമ്മൾ കറി സെറ്റായിട്ടോ. നമ്മുടെ വീഡിയോ കണ്ട് ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക.